ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം ക്വസ്റ്റ്യൻ പേപ്പറാണ്. വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അംഗപരിമിതർക്കായി നടത്തുന്ന ഒളിമ്പിക്സ് മത്സരം ഏത്? അംഗപരിമിതർക്കായി നടത്തുന്ന ഒളിമ്പിക്സ് മത്സരം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, പാരാലിമ്പിക്സ് ആണല്ലേ, പാരാലിമ്പിക്സ്. ദെൻ മുതുക് മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന ശാരീരിക വൈകല്യമാണ് ഏതാണെന്ന് പറയുന്നത്. അതെ, ഏതാണ്? കൈഫോസിസ് അല്ലേ, കൈഫോസിസ്. മുതുക് മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന ശാരീരിക വൈകല്യമാണ് കൈഫോസിസ്. ദെൻ ചിത്രത്തിൽ കാണുന്ന യോഗാസനത്തിൻ്റെ പേര് എഴുതുക. ഏതാണ്? അതെ, വജ്രാസനമാണല്ലേ. ചിത്രത്തിൽ ഏതാണ് നൽകിയിട്ടുള്ളത്? വജ്രാസനം. ദെൻ ചിത്രത്തിൽ കാണുന്ന കളി ഉപകരണം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് കൂട്ടുകാരെ? എളുപ്പമല്ലേ? ഏതാണ്? അതെ, ക്രിക്കറ്റ് ആണ്. ദെൻ ലിയാൻഡർ പേസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ. ഏതാണ്? അതെ, ടെന്നീസ് ആണ്. ആൻസർ ടെന്നീസ്. ദെൻ 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആറാമത്തെ ചോദ്യം നോക്കാം. ആരോഗ്യ സംബന്ധിയായ കായികക്ഷമതാ ഘടകങ്ങൾ എഴുതുക. എന്തൊക്കെ നമുക്ക് എഴുതാം? പേശിശക്തി, പേശിക്ഷമത, അയവ്. ആരോഗ്യ സംബന്ധിതമായ കായികക്ഷമതാ ഘടകങ്ങൾ പേശിശക്തി, പേശിക്ഷമത, അയവ്. ഓക്കെ. ദെൻ പാരാലിമ്പിക്സ് എന്നാൽ എന്ത്? നമ്മളിപ്പം പറഞ്ഞു അല്ലേ. എന്താണ്? അംഗപരിമിതർക്കായുള്ള അന്തർദേശീയ മത്സരങ്ങളാണ് എന്തെന്ന് പറയുന്നത്. അതെ, പാരാലിമ്പിക്സ്. അംഗപരിമിതർക്കായുള്ള അന്തർദേശീയ മത്സരങ്ങളാണ് പാരാലിമ്പിക്സ്. ദെൻ 8ാമത്തെ ചോദ്യം. 2 സാഹസിക കായിക വിനോദങ്ങൾ എഴുതുക. 2 സാഹസിക എന്താണ് അടുത്ത ചോദ്യം? 2 സാഹസിക കായിക വിനോദങ്ങൾ എഴുതുക. നമുക്ക് ഏതൊക്കെ എഴുതാം? പർവ്വതാരോഹണം എഴുതാം, അതുപോലെ തന്നെ റോളർ സ്കേറ്റിംഗ്, സൈക്ലിംഗ്, മോട്ടോർ സ്പോർട്സ്. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ. ദെൻ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അത് തല മുന്നിലേക്ക് കുനിച്ചു പിടിക്കുക, വായിലൂടെ ശ്വസിക്കാൻ പറയുക, അതുപോലെ സംസാരിക്കുകയോ ചുമയ്ക്കുകയോ തുപ്പുകയോ ചെയ്തിരുത്. വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് രക്തം ഒപ്പിയെടുക്കുക. എന്താണ്? തല മുന്നിലേക്ക് കുനിച്ചു പിടിക്കുക, വായിലൂടെ ശ്വസിക്കാൻ പറയുക, സംസാരിക്കുകയോ ചുമയ്ക്കുകയോ തുപ്പുകയോ ചെയ്യരുത്. വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് രക്തം ഒപ്പിയെടുക്കുക. ദെൻ 10ാമത്തെ ചോദ്യം. സ്പോർട്സിൻ്റെ പരമമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, സഹകരണ മനോഭാവം, അതുപോലെ തന്നെ പരസ്പരം സഹായിക്കാനുള്ള മനസ്സ്, പരസ്പര ധാരണ, ഒത്തൊരുമ. ദെൻ എന്താണ്? നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാനുള്ള പ്രേരണ. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? സഹകരണ മനോഭാവം, പരസ്പരം സഹായിക്കാനുള്ള മനസ്സ്, പരസ്പര ധാരണ, ഒത്തൊരുമ, നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാനുള്ള പ്രേരണ. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് കൂട്ടുകാർ എഴുതുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11, 12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക. 11ാമത്തെ ചോദ്യം. നിത്യേനയുള്ള സൈക്കിൾ സവാരിയിലൂടെ ലഭ്യമാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ്? അതെ, കായികക്ഷമത വർദ്ധിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ദെൻ കാലുകളുടെ പേശി ബലവും ക്ഷമതയും വർദ്ധിക്കുന്നു. മാനസിക ഉല്ലാസം, ആത്മവിശ്വാസം എന്നിവ സാധ്യമാകുന്നു. ശരീര സന്തുലനം, ധൈര്യം, പരിസ്ഥിതി സൗഹൃദം, സാമൂഹ്യ സൗഹൃദം തുടങ്ങിയവയിൽ പുരോഗതി ഉണ്ടാകുന്നു. ഇതൊക്കെ കൂട്ടുകാർ സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. ഓക്കെ. ദെൻ 12ാമത്തെ ചോദ്യം നോക്കാൻ. ചേരുംപടി ചേർക്കുക. ലോങ് ജമ്പ് ഏതാണ്? കരയല്ലേ. ദെൻ കനോയിങ്, ജലം. പാരച്യൂട്ടിങ്, വായു. ദെൻ സ്കീയിങ്, ഐസ്. ഓക്കെ. ലോങ് ജമ്പ് കര, കാനോയിങ് ജലം, പാരാച്യൂട്ടിങ് വായു, ദെൻ സ്കീയിങ് ഐസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രശസ്തയായ മലയാളി ചിത്രകാരി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അതെ, TK പത്മിനിയാണല്ലേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രശസ്തയായ മലയാളി ചിത്രകാരി TK പത്മിനി. ദെൻ 2ാമത്തെ ചോദ്യം. പഴങ്ങൾ മോഡലായി വെച്ച് ചിത്രം വരച്ചപ്പോൾ ചിത്രം പേപ്പറിൽ പരന്നു കിടക്കുന്നതായി തോന്നി. ചിത്രത്തിന് ത്രിമാനത്വം ദൃശ്യമാകുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? അതെ, നിഴലും വെളിച്ചവും വരച്ചു ചേർക്കുകയാണല്ലേ. നിഴലും
കൂടുതലും വെളിച്ചവും വരച്ചു ചേർക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗായകന് ശ്രുതി ചേർത്ത് പാടുന്നതിന് സഹായകമാകുന്ന വാദ്യോപകരണം ഏതാണ്? അതെ, തമ്പുരു ആണല്ലേ. ആൻസർ എന്താണ്? തമ്പുരു. ദെൻ ഭരതനാട്യത്തെ ഇന്നത്തെ രീതിയിൽ നവീകരിച്ച് ജനകീയ കലയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ച നർത്തകി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അതെ, രുക്മിണി ദേവി അരുണ്ടേലാണല്ലേ. രുക്മിണി ദേവി അരുണ്ടേൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കൂട്ടം ഉറുമ്പുകൾ എന്ന കുട്ടികളുടെ നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? അതെ, ജി ശങ്കരപ്പിള്ളയാണ്. ആൻസർ ജി ശങ്കരപ്പിള്ള. ദെൻ ആറാമത്തെ ചോദ്യം, ചിത്രത്തിന് നിറം നൽകാൻ ഉപയോഗിക്കുന്ന 2 മാധ്യമങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ക്രയോൺസ്, ജലച്ചായം, ഓയിൽ പേസ്റ്റ്, കളർ പെൻസിൽ, ഓയിൽ കളർ. ഇതിൽ ഏതെങ്കിലും 2 എഴുതാൽ മതി. എല്ലാ കൂട്ടുകാർക്കും അറിയണമല്ലോ ഇതൊക്കെ. ഓക്കെ, നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വിഭാഗത്തിന് അനുയോജ്യമായ ബി വിഭാഗത്തിൽ നിന്നും ക്രമപ്പെടുത്തി എഴുതുക. വയലിൻ ഏതായിരിക്കും? അതെ, തന്ത്രിവാദ്യമല്ലേ. ദെൻ തമ്പുരു ശ്രുതിവാദ്യം, തബല താളവാദ്യം, ഓടക്കുഴൽ സുഷിരവാദ്യം. ഓക്കെ, വയലിൻ തന്ത്രിവാദ്യം, തമ്പുരു ശ്രുതിവാദ്യം, തബല താളവാദ്യം, ഓടക്കുഴൽ സുഷിരവാദ്യം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 പ്രതലങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ക്യാൻവാസ് പേപ്പർ എഴുതാം, തുണി, ചുമർ. ഇതിൽ ഏതെങ്കിലും 2 ഇതല്ലെങ്കിൽ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 2 എഴുതിയാൽ മതി. ഓക്കെ, ക്യാൻവാസ് പേപ്പർ, തുണി, ചുമർ മുതലായവ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂളിൽ നടക്കുന്ന നാടകത്തിൽ കഥാപാത്രങ്ങളായ മൃഗങ്ങളെയും പക്ഷികളെയും തിരിച്ചറിയത്തക്ക രീതിയിൽ അവതരിപ്പിക്കാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്? എന്തൊക്കെയാണ് നടത്തേണ്ടത്? അതെ, അവതരിപ്പിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും യോജിക്കുന്ന രീതിയിലുള്ള വസ്ത്രം വേണമല്ലേ. അതുപോലെ തന്നെ മുഖംമൂടി, ചമയം എന്നിവ ശേഖരിക്കുക, ചലനം, ശബ്ദം ഇവ പരിശീലിക്കുക. ദെൻ 10ാമത്തെ ചോദ്യം, കലോത്സവങ്ങളിൽ സംഘമായി അവതരിപ്പിക്കുന്ന നാടൻ നൃത്തരൂപങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏതെങ്കിലും 4 നൃത്തരൂപങ്ങളുടെ പേരെഴുതുക. എളുപ്പമല്ലേ. നമുക്ക് ഏതൊക്കെ എഴുതാം? ഒപ്പന, തിരുവാതിരക്കളി, മാർഗം കളി, പരിചമുട്ടുകളി, കോൽക്കളി. ഏതെങ്കിലും ഒരു 4 കൂട്ടുകാർ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂക്കളും പൂമ്പാറ്റകളുമുള്ള ഒരു പൂന്തോട്ടത്തിൽ നിങ്ങൾ ഓടിക്കളിക്കുന്ന ചിത്രം വരച്ച് നിറം നൽകുക. എളുപ്പമല്ലേ. ദെൻ 12ാമത്തെ ചോദ്യം എന്താണ്? ആഘോഷങ്ങളിലും വിശേഷ ദിനങ്ങളിലും ഗാനമേളകൾ അവതരിപ്പിക്കാറുണ്ടല്ലോ. അതിൽ ആലപിക്കപ്പെടുന്ന ഗാനങ്ങളുടെ സവിശേഷത, വിവിധ സംഗീതോപകരണങ്ങൾ, പ്രയോഗരീതി എന്നിവ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് പ്രവൃത്തി പഠനം നോക്കാം. മണ്ണിലെ ജൈവ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്ന ജൈവ കീടനാശിനി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, വേപ്പിൻ കുരുസത്താണ് അല്ലേ. ഏതാണ്? വേപ്പിൻ കുരുസത്ത്. ദെൻ വെള്ളത്തിൽ ലയിക്കാത്ത പെയിന്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ്? അതെ, ഇനാമൽ പെയിന്റ് ആണല്ലേ. വെള്ളത്തിൽ ലയിക്കാത്ത പെയിന്റ് ഇനാമൽ പെയിന്റ്. ദെൻ 3ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഒറിഗാമി പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? അതെ, പേപ്പർ ആണല്ലേ. ആൻസർ എന്താണ്? പേപ്പർ. ദെൻ ചെമ്പരത്തി സ്ക്വാഷ് നിർമ്മിക്കുമ്പോൾ ചെറുനാരങ്ങ നീര് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ്? അതെ, കേടുകൂടാതെ സൂക്ഷിക്കാനാണല്ലേ. ആൻസർ എന്താണ്? കേടുകൂടാതെ സൂക്ഷിക്കാൻ. ദെൻ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ദീർഘകാലം കേടുകൂടാതിരിക്കുന്നതുമായ വൃക്ഷം ഏതാണ്? അതെ, തേക്കാണ്. ആൻസർ എന്താണ്? തേക്ക്. ദെൻ 6ാമത്തെ ചോദ്യം, പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിൽ ഗ്രോ ബാഗ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 4 വസ്തുക്കളുടെ പേരെഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? ജീൻസ്, അതുപോലെ തന്നെ ടയറ്, ചാക്ക്, പാള. എന്തൊക്കെയാണ്? ജീൻസ്, ടയറ്, ചാക്ക്, പാള. ദെൻ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. എന്താണ്? തേങ്ങ, ചിരട്ടപ്പൂക്കൾ, ചിരട്ട കൊണ്ടുള്ള പൂപാത്രം മുതലായവ നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ചകിരിച്ചോറ്, കയറ്. ദെൻ പൊടി തട്ടി നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ്? ചകിരിച്ചോറ്, കയറ്. ദെൻ നെക്സ്റ്റ് നോക്കാം. താഴെ നൽകിയിരിക്കുന്ന കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഏതായിരിക്കും വരിക? അത് നിലമൊരുക്കൽ. ദെൻ വിത്തിടൽ, പൈ മറിച്ചുനടൽ, തൈ പറിച്ചുനടൽ, വിളവെടുപ്പ്. നിലമൊരുക്കൽ, വിത്തിടൽ, തൈ പറിച്ചുനടൽ, വിളവെടുപ്പ്. ഇതുപോലെ ഓരോ ഘട്ടങ്ങളാക്കി ക്രമപ്പെടുത്തി എഴുതുക.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഴയകാല കാർഷിക ഉപകരണങ്ങളും നൂതന കാർഷിക ഉപകരണങ്ങളും തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക. പഴയകാല കാർഷിക ഉപകരണങ്ങളിൽ ഏതൊക്കെ എഴുതാം? അതെ, കലപ്പ, തേവുകൊട്ട, അറയും ചക്രവും. നൂതന കാർഷിക ഉപകരണങ്ങളിൽ കൊയ്ത്ത് യന്ത്രം, ടില്ലർ, നടീൽ യന്ത്രം, ട്രാക്ടർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. പെൻ ബോക്സ് ഏതായിരിക്കും? അതെ, പേപ്പർ അല്ലേ. ദെൻ അച്ചപ്പത്തിനുള്ള അച്ച്, GI ഷീറ്റ്. ദെൻ വാൾ ഹാങ്ങർ, പ്ലാസ്റ്റിക്. കട്ടിൽ, തടി. പെൻ ബോക്സ്, പേപ്പർ, അച്ചപ്പത്തിനുള്ള അച്ച്, GI ഷീറ്റ്, വാൾ ഹാങ്ങർ, പ്ലാസ്റ്റിക്, കട്ടിൽ, തടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 22 ലോക ജലദിനം. ഇതിനാവശ്യമായ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ പ്രതലത്തിന് ദോഷം വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? അതെ, പോളിത്തീൻ ഷീറ്റ് വിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഇഷ്ടിക ഉപയോഗിക്കാം. ദെൻ ഇരുമ്പ് സ്റ്റാൻഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മരപ്പലക ഉപയോഗിക്കാം. എന്തൊക്കെയാണ്? പോളിത്തീൻ ഷീറ്റ് വിരിക്കാം, ഇഷ്ടിക ഉപയോഗിക്കാം, ഇരുമ്പ് സ്റ്റാൻഡ് ഉപയോഗിക്കാം, മരപ്പലക ഉപയോഗിക്കാം. ഓക്കെ കൂട്ടുകാരെ, നമ്മളങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.